ഹായ്, ലാസ്റ്റ് എപ്പിസോഡിൽ വിയറ്റ്നാം കംബോഡിയ ബോർഡറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇറങ്ങി നമ്മുടെ പാസ്പോർട്ട് അവർ ചെക്ക് ചെയ്യും. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്കാരെ അവർ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവിടെയാണ് നമ്മുടെ പാസ്പോർട്ട് കാണിക്കേണ്ടത്. വേറെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫോറിനേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അവർക്കൊന്നും വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ പാസ്പോർട്ട് അടിച്ച് അവർക്ക് സീൽ ചെയ്ത് വിട്ടു. പക്ഷേ ഞങ്ങളെ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരവിടെ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ടെന്നൊക്കെ ചോദിച്ചു. കാരണം നമ്മൾക്ക് ഇതിനു മുമ്പ് ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു, അവിടെ വരുമ്പോൾ ഇങ്ങനെ ചോദിക്കും, ഒരാൾക്ക് $500 കയ്യിലുണ്ടെന്നുള്ളത് പറയണം, അങ്ങനെയാണെങ്കിലേ അവർ കിടത്തി വിടത്തുള്ളൂ എന്നൊക്കെ കേട്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ കയ്യിൽ ഇത്ര രൂപയുണ്ടെന്നുള്ളത്, ഡോളർ എത്രയുണ്ടെന്നുള്ളത് പറഞ്ഞു. അവർ കാണിക്കാനൊന്നും പറഞ്ഞില്ല. പിന്നെ അവർ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സീൽ ചെയ്ത് തന്നു. നമ്മൾ പനാങ് ബേ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്, കംബോഡിയയുടെ ക്യാപിറ്റലാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ സിയാം റിപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് നമ്മൾ ബസ് എടുത്താണ് പോയത്. ഈ ഒരു ബസ്സിൻ്റെ കമ്പനിക്കാരുമായിട്ടായിരുന്നു നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്ത് പോകുന്നത്. ഒരു 6-7 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ അവിടെ എത്തി. സിയാം റിപ്പിൽ എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ടുക്കിലാണ് നമ്മൾ പാസ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു വില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ എത്തിയത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയറി ചെന്നപ്പോഴത്തേനും നമ്മുടെ നാട്ടിൽ എത്തിയ പോലെയാണ് തോന്നിയത്. കാരണം മുമ്പിൽ തന്നെ മാവ്, 2-3 മാവൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലെ വീട് പോലെ ഒരു വീട്, നല്ലൊരു വില്ലയായിരുന്നു സ്റ്റേ ചെയ്യാനായിട്ട്. ഇവിടുത്തെ ആൻറ്റി ആണെങ്കിൽ ഓസ്ട്രേലിയൻകാരത്തെയും അവിടുത്തെ അങ്കിളാണെങ്കിൽ അഫ്ഗാൻകാരനുമായിരുന്നു. റൂമൊക്കെ കൊള്ളാൻ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമായിരുന്നു. റൂമിൽ നിന്ന് തന്നെ നമ്മളൊരു ഡോർ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം. ഞങ്ങൾ അവിടെ വെച്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു ടുക്ക് വിളിച്ചപ്പം അതിൻ്റെ ഡ്രൈവറായിരുന്നു. സന്നാങ് എന്ന പേര്, ഒരു പാവം പിടിച്ചൊരു മനുഷ്യൻ, നല്ല മനുഷ്യനായിരുന്നു. ഇത് അങ്കൂർ വാട്ടിലോട്ട് നമ്മൾ കാണാൻ പോകുന്നതിന് മുമ്പ് അവിടെ ഒരു സ്ഥലത്ത് പോയി നമ്മൾ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ടിക്കറ്റ് കൗണ്ടറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഫോട്ടോ എടുക്കും. അപ്പോൾ തന്നെ ആ ഫോട്ടോയാണ് നമ്മുടെ ടിക്കറ്റിലോട്ട്, നമ്മുടെ ഫോട്ടോ വെച്ചാണ് നമ്മളെ കയറ്റുന്നത്. ഇതാണ് വേൾഡ് ഫേമസ് ടെമ്പിൾ അങ്കൂർ വാട്ട്. ഇത് മലയാളികളെ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് വെച്ച് കണ്ട്, 2 പേരുണ്ടായിരുന്നു മലയാളികൾ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു നമ്മുടെ പസിൽ പോലെയാണ് ഈ അമ്പലം ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുക്കി നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടുത്തെ ആൾക്കാരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് ഫോട്ടോഷൂട്ട് ഒക്കെ എടുക്കാനായിട്ടൊക്കെ ഒത്തിരി പേര് ഇവിടെ വരുന്നുണ്ട്. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാത്ത കുറേ തരത്തിലെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ കാണും. നല്ല രസമാണ് കാണാനായിട്ട്.
ഇത് ഇവിടുത്തെ ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. മുളയുടെ ഒരു സാധനം ഉണ്ട്, അതിൻ്റെ അകത്ത് ഈ റൈസ് വേവിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. സ്റ്റിക്കി റൈസ് അതിൻ്റെ അകത്തുള്ളത്. അതിൻ്റെ അകത്തൊരു പയറൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റിയാണ്. തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല സ്വീറ്റായിട്ടുള്ളൊരു സാധനം. നമ്മുടെ നാട്ടിലെ പുട്ടുകുറ്റി പോലെ ഒരു കുത്തിയെടുക്കാനുള്ള ഒരു സാധനമൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്കറിയില്ല ഇതെങ്ങനെ എടുക്കണ്ടേന്ന്. അപ്പം നമ്മുടെ ടുക് ഡ്രൈവർ കാണിച്ചു തന്നു എങ്ങനെയാണ് ഇത് എടുക്കണ്ടേന്ന്. കക്കയുടെ മുകളിൽ ഇങ്ങനെ എന്തോ മുളകൊക്കെ പൊട്ടിച്ചിട്ടിരിക്കുന്നത് സെയിൽ ചെയ്യുന്നു. കണ്ടപ്പം ഭയങ്കര ഇതായിപ്പോയി. നമ്മൾ കക്കയൊക്കെ പുഴുങ്ങിയല്ലേ എടുത്തേക്കുന്നത്, ഇത് അങ്ങനെ തന്നെ കൊണ്ടുവന്നിട്ടിരിക്കുക. ഇതിൻ്റെ അകത്ത് നടക്കാനായിട്ട് ഒത്തിരി ഉണ്ട് കേട്ടോ. നടക്കാൻ താല്പര്യമുള്ളവരെ ഇവിടെ പോയിട്ട് കാര്യമുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്കൊരു കോമഡി നടന്നു. ഞങ്ങൾ നടന്ന് അവസാനം ഒരിടത്ത് എത്തിയപ്പോഴത്തേനും ഒരു അമ്പലത്തിൻ്റെ ഒരു ബുദ്ധൻ്റെ ഒരു ഇത് കണ്ടു. അവിടെ ചെന്നപ്പോഴത്തേനും ഒരാൾ ഞങ്ങളിങ്ങനെ വിളിച്ചു ചെന്നപ്പോഴത്തേനും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചിരുത്തി പ്രെയർ ചൊല്ലി ആനാവെള്ളമൊക്കെ തെളിച്ചു. അതൊക്കെ അനുസരണയോടെ നിന്ന് പൂവൊക്കെ കൊടുത്ത് ചെവിയിൽ പൂവും വെപ്പിച്ചിട്ടാണ് വിട്ടത് അവിടെ നിന്ന്. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എഴുന്നേറ്റ് പോരാന്ന് വിചാരിച്ചപ്പോൾ ചേച്ചിയും ചേട്ടനും കൂടെ ഓരോ പാത്രം അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ടുവന്ന് വെച്ചു. അതെന്താണെന്ന് വെച്ചാൽ സംഭാവന ചോദിച്ചുകൊണ്ടുള്ളതായിരുന്നു അത്. ഇവിടെ ഒരു 5-6 ടെമ്പിളുകളുണ്ട്. ഞങ്ങൾ മെയിനായിട്ട് കാണേണ്ട ടെമ്പിൾ ഏതാണെന്ന് നോക്കിയിട്ട് അത് മാത്രം, അതായത് ഒരു 3 ടെമ്പിൾ മാത്രമേ ഞങ്ങൾ പോയുള്ളൂ. കാരണം ഒരു ഡേ ഒന്നും പറ്റില്ല, ഒരു 3 ഡേയ്സ് എങ്കിലും എടുക്കും തോന്നുന്നു മൊത്തം നമ്മൾ കാണാനായിട്ട് ഈ ടെമ്പിളിൻ്റെ അകം. അതുകൊണ്ട് സെലക്റ്റീവായിട്ടുള്ള ടെമ്പിൾ മാത്രം പോയി കണ്ടിട്ട് വന്നു. ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് കണ്ടു, ഇത് ഞങ്ങൾ ഒരെണ്ണം മേടിച്ചുകൊണ്ട് പോന്നു. ഇത് നല്ല രസമുണ്ട് അതിൻ്റെ അവരാ ചെയ്ത് സൗണ്ട് കേൾക്കാനായിട്ട്. കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞപ്പം ഇത് ഇങ്ങനെ കുറേ ഭാഗങ്ങളൊക്കെ ഈ ടെമ്പിളിൻ്റെ ഇടിഞ്ഞു പോവുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അത് ബിൽഡ് ചെയ്യാനായിട്ട് ഇവരെ ഈ കംബോഡിയക്കാരെ ഹെൽപ്പ് ചെയ്തത് ഇന്ത്യയിലുള്ളവരായിരുന്നു. അവിടെ ഇപ്പോഴും കുറേ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു കിടപ്പുണ്ട്. ആ ഇടിഞ്ഞു കിടക്കുന്നതൊക്കെ ഇപ്പോഴും പണി തീരാതെ അവരിങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തിയേക്കുവാണ്. മരത്തിൻ്റെയൊക്കെ വേരുകളൊക്കെ ഇങ്ങനെ ഒത്തിരി വർഷങ്ങളായിട്ട് നമ്മുടെ ഇതിൽ എന്നാ പറയുന്നത് പാലമരം, അതൊക്കെ വലിയ പാലമരമൊക്കെ വന്ന് ഇത് ഈ ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്കോട്ട് ഇങ്ങനെ കയറി അത് മുഴുവനും ഇടിഞ്ഞു പോയിട്ടൊക്കെ ഉണ്ട് കുറേ ഭാഗങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ അതേപോലെ തന്നെ ചെയ്തെടുക്കുന്നത് ഈ ഇന്ത്യക്കാരുടെ സഹായത്തോടെയാണ് ഇത് ചെയ്യുന്നത്. കാര്യം ഈ മരം കാരണമാണ് ഇത് ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണെങ്കിലും ഒരു ഭംഗിയായിരുന്നു കേട്ടോ. ഈ ഇടിഞ്ഞു പൊളിഞ്ഞേക്കുന്നതിൻ്റെ അകത്തു കൂടെയൊക്കെ ഈ മരത്തിൻ്റെ വേര് പോയി അതിനെ ഇങ്ങനെ ചുറ്റി നിർത്തി ഒരു ശരിക്കും കണ്ടു കഴിഞ്ഞാൽ പെരുമ്പാമ്പില്ലേ ഇങ്ങനെ ചുറ്റി പിണഞ്ഞു കിടക്കുന്ന പോലെയാണ് ആ അമ്പലത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ മരങ്ങൾ കൊണ്ട് മരത്തിൻ്റെ വേര് കൊണ്ട് ഇങ്ങനെ ഇത് കാണുന്നത്. നല്ല ഭംഗിയാണ് കാണാനൊക്കെ. ടോം റൈഡർ എന്ന് പറഞ്ഞ ഒരു ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. പിന്നെ ഒരു പറയേണ്ട കാര്യം വെച്ചാൽ ഇവിടെയുള്ളവരൊക്കെ ഭയങ്കര കലാകാരന്മാരാണ് കേട്ടോ. എല്ലാവരും നന്നായിട്ട് പടം വരയ്ക്കുന്ന എന്തോരം ഷോപ്പുകളാണെന്ന് അറിയാം. എല്ലാവരും ലൈവായിട്ട് അവിടെ ഇരുന്ന് ഈ അങ്കൂർ വാട്ടിൻ്റെ പിക്ചറൊക്കെ അവർ ചെയ്യുന്നുണ്ട്. എന്നാൽ നോക്കിയൊന്നുമല്ല ചെയ്യുന്നത്, അല്ലാണ്ട് അവർ നല്ല രസമായിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ലെതറിൽ കൊത്തുപണി ചെയ്യുന്നത് അതൊക്കെ നല്ല ശേല കാണാനായിട്ട്. ഞങ്ങളതുവഴി പാസ് ചെയ്തപ്പോൾ മോദി റെസ്റ്റോറൻറ്റ് ഒരെണ്ണം കണ്ടു. ഈ ഇരിക്കുന്നതൊക്കെ കണ്ടോ, അതായത് നമ്മുടെ സ്കോർപ്പിയോയും പാറ്റയും പഴുതാരയൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടത്തിൽ പാമ്പും ഉണ്ട്, ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുക. ഫോട്ടോ എടുക്കണമെങ്കിൽ തന്നെ $1 കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഇത് ഞങ്ങൾ സ്റ്റേ ചെയ്ത വില്ലേന്ന് ഈ ഫോട്ടോ കണ്ടപ്പോൾ എല്ലാവരും ചോദിച്ചായിരുന്നു ഇതെന്താ അവർ തന്നേന്ന്. ഇത് ആക്ച്വലി അവരുടെ ഒരു രീതി അതാണ്. അവിടെ സ്റ്റേ ചെയ്തവർക്ക് അവരുടെ മണി എന്തെങ്കിലും നമുക്ക് ഗിഫ്റ്റായിട്ട് അവർ തരും. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണിത്.
നല്ലൊരു മനുഷ്യരായിരുന്നു കേട്ടോ രണ്ടുപേരും. ഇത് ഞങ്ങളൊരു ദിവസം ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിരുന്നു. അപ്പോൾ പോരുന്നതിന് മുമ്പും അവിടെ നിന്ന് ലാസ്റ്റായിട്ടൊരു ഫുഡ് കഴിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറി ഒരു ഫുഡൊക്കെ കഴിച്ചു, തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കംബോഡിയൻ എയർപോർട്ടിലോട്ട് പോയി ടുക് ടുക്കിലാക്കാണ് പോയത്. ഇവിടെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇമിഗ്രേഷനിലിരിക്കുന്ന ആൾ വരെ നമ്മളോട് കൈക്കൂലി ചോദിച്ചു. അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ ഇറങ്ങുമ്പോഴത്തേനും പുള്ളി ഞങ്ങളെ തോണ്ടിയിട്ട് പറഞ്ഞു, കൈ പൊക്കി ഇങ്ങനെ കാണിച്ചു, ഡോളർ എടുത്ത് പൊക്കിയിട്ട് കാണിച്ചു ഡോളർ കൊടുക്കാൻ. അപ്പം നമ്മുടെ കയ്യിലുള്ള ഡോളറുകളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ആകെപ്പാടെ നമ്മുടെ കയ്യിൽ ഒരു $3 ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അതങ്ങ് കൊടുത്തിട്ട് ഞങ്ങളിങ്ങ് പോന്നു. മറ്റൊരു രാജ്യത്തെ വിശേഷങ്ങളുമായി കാണുന്നതുവരെ ബൈ.